ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് തലകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഒരു ചെറിയൊരു കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കം ഓൺ. നമ്മളിവിടെ 3 തല വെച്ചിട്ടാണ് കേട്ടോ മീൻകറി വെക്കാൻ പോകുന്നത്. അപ്പോൾ 2 ചൂരത്തല നമുക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു കലവ എന്ന് പറഞ്ഞിട്ട് ഉള്ള മീനിൻ്റെ തലയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് വേറെ ആരുമില്ല കൊണ്ടുവന്നത്, നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളൊരു അമ്മൂമ്മ ജോലിക്ക് പോകും കേട്ടോ ഒരു വീട്ടിൽ. അപ്പോൾ അവർ ഈ തല യൂസ് ചെയ്യത്തില്ല, അപ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് ഈ തല കൊടുത്തു വിടും. അപ്പോൾ നമ്മളും അമ്മൂമ്മയും കൂടെ ഷെയർ ഇട്ട് എടുക്കുന്നതാണ് കേട്ടോ. അമ്മൂമ്മ ഒറ്റയ്ക്കുള്ളത് കാരണം അമ്മൂമ്മയ്ക്ക് ഇത്രയും തലയൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് അമ്മൂമ്മ നമുക്കും കൂടെ കൊണ്ടുതരും. പിന്നെ അമ്മയാണ് ഇന്ന് വൃത്തിയാക്കുന്നത്, മീൻ ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ അമ്മ പെട്ടെന്നാകുമ്പോൾ ക്ലീൻ ചെയ്തെടുക്കുമല്ലോ. ലാലിച്ചേട്ടൻ്റെ വീഡിയോയിൽ പറഞ്ഞ ഞാൻ എടുക്കണ്. ഗൈസ്, ഇതാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ലാലിച്ചേട്ടൻ, എൻ്റെ ലാലിച്ചേട്ടാ. അപ്പോൾ നമ്മളിവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും അല്ല കേട്ടോ, ഇന്ന് ഞാൻ അമ്മയ്ക്കിട്ട് പണി കൊടുത്തു. അമ്മുമ്മ ഞാനും മിണ്ടാതിരിക്കുകയാണ്. നമ്മുടെ എക്സ്പേർട്ട് വെട്ടണമല്ലേ നല്ലത്. നമ്മൾ ആ മീനിനെ വെട്ടിയ നേരത്തെ കൊളാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പേർട്ട് അമ്മ വെട്ടിട്ട് ഉണ്ട്. അമ്മൂമ്മ അമ്മയുടെ തോരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലേ അമ്മൂമ്മ? എന്ത് രസമല്ലേ അമ്മൂമ്മ? നമുക്കിന്ന് നോക്കിക്കൊണ്ടിരിക്കാം. ഓ, എന്നിട്ട് തല വെച്ചങ്ങ് കഴിക്കണം. മരിച്ചിരിയും ആണോ? ഇത് എന്തിനാ അമ്മൂമ്മ ഇത്രയും വലിയ തല വാങ്ങുന്നവര്? അതുകൊണ്ട് വെട്ടി എല്ലാം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. 1500 രൂപയുടെ മീനാണ്. അവരെന്തിനാ അവിടെ തുടയ്ക്കാൻ പറ്റുന്നവളെ കൊണ്ട് മോന് കൊടുത്തുവിടാം. അമ്മൂമ്മ കഥയൊക്കെ പറഞ്ഞു തരാണ് കേട്ടോ അവിടത്തെ. അപ്പൊ അവര് തല കഴിക്കത്തില്ല ആ വീട്ടില്. അങ്ങനെയാണ് മീൻ കഴിക്കൂലേ? ഇല്ലേ? അപ്പൊ അവിടെ ഈ അമ്മൂമ്മ ജോലി സ്ഥലത്ത് പോണ സ്ഥലത്ത് അവിടുത്തെ ആരും മീൻ കഴിക്കില്ല. മോന് വേണ്ടി എന്തോ അച്ചാറിടാൻ വേണ്ടി എന്തോ വാങ്ങിച്ചതാണ്. അപ്പോൾ തല കഴിക്കത്തില്ല. അപ്പോൾ ആ തല അമ്മൂമ്മ നമുക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. പണ്ട് നമ്മൾ പാളയൊക്കെ പോയി തലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പുറത്തുള്ളവരൊക്കെ അറിഞ്ഞാണ് കേട്ടോ ഈ വെട്ടുന്ന സൗണ്ട് ആയിട്ട്. ഫ്ലാറ്റിലെല്ലാവരും നോക്കണമായിരിക്കും. ഇവിടെ ഫ്ലാറ്റാണ് കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലും ഇവിടെയൊക്കെ ചുറ്റും ഫ്ലാറ്റാണ്. ഇത് നമ്മുടെ ലാലിച്ചേട്ടൻ്റെ വീട്. ലാലിച്ചേട്ടൻ അപ്പോഴപ്പോഴായിട്ട് വരുന്നുണ്ട്. ലാലിച്ചേട്ടൻ വെയിറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ലാലിച്ചേട്ടൻ്റെ അവിടെ പട്ടിക്കുട്ടികളുണ്ട്, അപ്പോൾ അതിന് ഇത് വേണം. ഋതു എണീറ്റ് വന്ന കേട്ടോ. ഋതു വന്നു ഗൈസ്. പക്ഷെ ഋതുവിനെ കാണിക്കാൻ പറ്റത്തില്ല. ഋതു എണീറ്റ് വന്നിട്ടുണ്ട്. കണ്ണു ഉടുപ്പിടുവോ കണ്ണു? അങ്ങനെ അമ്മ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുളിച്ചിട്ട് വന്നിട്ടോ. എന്നിട്ട് കറി വയ്ക്കാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിന് വേണ്ടി കൊടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ തലക്കറി വയ്ക്കുന്നത് മുളകിട്ടിട്ടാണ് കേട്ടോ. ചിലവർ തേങ്ങ ഇട്ടൊക്കെ വെക്കും. ഇന്ന് നമ്മൾ മുളക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ അമ്മ അരിഞ്ഞ് വയ്ക്കുകയാണ്. ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, മുളക്, വെളുത്തുള്ളി, ഇതൊക്കെ അമ്മ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കുകയാണ്. പിന്നെ കുറച്ച് കരിവേപ്പില വേണ്ടത് നമ്മുടെ കുറച്ച് പൊടികളാണ്. അതിന് വേണ്ടി മുളക് പൊടി വേണം. പിന്നെ അളവ് അമ്മ ഇടുന്നതൊക്കെയാണ് കേട്ടോ. ഇത് കണ്ട് നിങ്ങൾ പഠിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും പൊടികളാണ് നമുക്ക് കറി വയ്ക്കാൻ വേണ്ടത്. ഇതിനെ പുറത്ത് ഒന്ന് ഷൂട്ട് ചെയ്യാം. എണ്ണ ഒഴിക്കുകയാണ് ഗൈസ്. എണ്ണ ഉള്ളി ഇട്ടിട്ടുണ്ട്. അമ്മ എൻ്റെ മുഖമൊക്കെ പൊട്ടിച്ചെറുക്കി. അമ്മ ഉള്ളി കിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എത്ര ഉള്ളി വരും അമ്മ? അത് ഒരു 8 ഉള്ളിയൊക്കെ വരും. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് കണക്കൊന്നുമില്ല കേട്ടോ. അമ്മയുടെ കണക്കില്ല, അമ്മയ്ക്ക് പറയാൻ പറ്റത്തില്ല. അല്ലേ അമ്മ?
പക്ഷേ കുക്കാണ്, നല്ല കുക്കാണ്. അടുത്തമ്മ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പിന്നെ എന്താ വെളുത്തുള്ളിയുടെ മണമാണ്. നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും മണം. കരിയപ്പിനിട്ട് ഗൈസ്. ഇപ്പം എൻ്റെ മുഖമൊക്കെ പൊട്ടി തെറിച്ച് ആശുപത്രി കൊണ്ടുവേണ്ടി വരും. തീ കുറയ്ക്കുകയാണമ്മ. എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി. ഓക്കെ. നല്ല കളറുണ്ടല്ലേ. മഞ്ഞപ്പൊടി അളവൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടാണല്ലോ. അളവൊന്നും പറഞ്ഞു തരൂല, അതൊക്കെ അമ്മയുടെ സീക്രട്ടാണ് അല്ലേ അമ്മ? അളവൊന്നും നമ്മൾ പറഞ്ഞു തരത്തില്ല. നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോണം എത്ര അളവ് എടുത്തത്. മാറിയിട്ട് മാറി നല്ല ചുമന്ന കളറാണ്. എന്നിട്ട് നല്ല കളർ കിട്ടാമല്ലോ. അതെയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത്രത്തോളം കളർ ഉണ്ടെന്ന്. കണ്ടോ? സത്യം പറഞ്ഞാൽ എൻ്റെ ക്യാമറയിൽ ആ കളർ കറക്റ്റായിട്ട് വരുന്നില്ല, എന്നാലും വരുന്നുണ്ട്. നല്ല കളറാണ് കേട്ടോ. കുരുമുളക്, അയ്യോ ഗൈസ്, അതിൻ്റെ മൂട്ടി കയറി ഇരുന്നിട്ടേ എനിക്ക് തുമ്മല് വരുന്നു അമ്മേ. ഇതാണ് കുറുക്കപ്പുളിയാണ് ഇട്ടുന്നത്. അടുത്ത് കുറുക്കപ്പുളി ആവശ്യത്തിന് ഇട്ടാൽ മതി അമ്മ. ഉപ്പ്, വെള്ളം വിറ്റിയാണ് അതിൻ്റെ. ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് കഴിക്കാനല്ല കേട്ടോ ടേസ്റ്റ്, ഇത് നാളെ വെച്ചിട്ട് കഴിക്കണം. അപ്പോഴേ ഈ പുളി അല്ലേ അമ്മേ, ഈ പുളി നല്ല ടേസ്റ്റ് വരുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നേ തീർക്കും, അത് വേറൊരു കാര്യം. ചിലപ്പോൾ നാളെ ബാക്കിയാണെങ്കിൽ നാളെ എടുക്കും. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിലവർ ഫുള്ളോടെ ഇട്ടും ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ മീൻ തല. പക്ഷേ നമുക്ക് പറ്റില്ല. ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നതാണ് നമുക്കിഷ്ടം. പക്ഷെ ഫുള്ളോടെ ഇട്ടാലും നല്ല സൂപ്പറായിരിക്കും അല്ലേ അമ്മ? ഈ ഷാപ്പിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഫുൾ തലയിട്ട് ചെയ്യും. അത് പക്ഷേ ഒത്തിരുന്ന് കഴിക്കണമെന്നാ. അങ്ങനെ അമ്മ മീൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അമ്മൂമ്മയ്ക്കും എടുത്തു. അമ്മൂമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ചേട്ടനെ കാണിച്ചിരുന്നില്ലേ, ലാലി ചേട്ടൻ. ആ ചേട്ടനും കൂടെ അമ്മൂമ്മ കൊടുക്കും. അമ്മൂമ്മ നാളത്തേക്കൊക്കെ എടുക്കും അല്ലേ അമ്മ? ഇത് നമ്മൾ മിക്കവാറും ഇന്ന് കഴിക്കും, അല്ലെങ്കിൽ നാളെ വരും. മിക്കവാറും ഇത് ഇന്ന് തീരും. ഇനി ഇതൊന്ന് ഈ അരപ്പിൽ കിടന്ന് ഇങ്ങനെ സെറ്റായി തിളച്ചിങ്ങനെ സെറ്റായി വരട്ടെ. അപ്പോൾ എന്നിട്ട് നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വയ്ക്കുന്നില്ലേ? അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ മീൻകറി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈം കൊണ്ട് നമ്മുടെ മരിച്ചിനി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മരിച്ചിനിയും ഈ തലക്കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനുള്ളത് ഞാൻ നോക്കുകയാണ്. നല്ല പുളിയുടെയും നല്ല മണം. കുറച്ചും കൂടെ വറ്റാനുണ്ട്. വേറെ വേണം. നോക്കിയമ്മേ, അമ്മ ഉപ്പ് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്കും ഇങ്ങനെ വെക്കണതാണ് കയ്യും കൂടെ പൊള്ളി. പക്ഷേ സൂപ്പർ കേട്ടാ. ഇങ്ങനെ വെക്കണ. ഞാൻ റിയലി കള്ളല്ല പറഞ്ഞ, സത്യമായിട്ട് കൊള്ളാം. സൂപ്പർ.
കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, എരിയെല്ലാം കണക്ക്. എരിയെല്ലാം ബാക്കിയെല്ലാം കറക്റ്റ്, കുറച്ച് ഉപ്പിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഉപ്പിടാണ് കേട്ടോ. മരിച്ചനെയും കൂട്ടി കഴിക്കണം. അങ്ങനെ അമ്മ ഇടയ്ക്ക് വന്ന് കേട്ടോ, ഞാൻ മരിച്ചിനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇത് റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഞാൻ അത് ഇട്ടിട്ട് പോയിട്ട് ബാക്കി ക്യാമറ പിടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അമ്മ പോയപ്പോൾ ഞാൻ ബാക്കി പണി ചെയ്യുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തച്ച് പെട്ടെന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യത്തിൽ അമ്മ പോയി തയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് മരിച്ചിനെ അരിഞ്ഞിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാനല്ല മരിച്ചിനെ ഇളക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചിനെ ഇളക്കിയാൽ എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റത്തില്ല. ക്യാമറമാൻ ഞാനാണ്, അതുകൊണ്ട് മിക്കവാറും അമ്മയായിരിക്കും ഇളക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലുമൊക്കെ ഇളക്കും കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒരു കലത്തിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ മീൻകറിയും മരിച്ചിനെയും. ഗൈസ്, അങ്ങനെ നമ്മുടെ കറണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻകറിയും കഴിയാറായി കേട്ടോ. വാ, അപ്പോൾ അമ്മ തുറക്കാണ്. കണ്ടു, നമ്മുടെ മീൻകറി ഇപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? അമ്മ സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. അമ്മ മുഖം കാണിക്കും. ശകലം വെളിച്ചെണ്ണയും കൂടെ, പച്ച വെളിച്ചെണ്ണ. കുക്കിനെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കുക്ക്, ഇന്ന് മീൻകറിയുടെ കുക്ക്. ഇപ്പൊ സെറ്റായല്ലേ അമ്മ? ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് ഇപ്പോൾ ഓഫ് ചെയ്യും. മീൻകറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അപ്പം മരിച്ചിനി അതും കൂടെ ഇളക്കാനുണ്ട്. അപ്പോൾ അത് റെഡി ആവുന്നേ ഉള്ളൂ. ഞാനത് അമ്മയെ കൊണ്ടുതന്നെ അതും ഇളക്കി വയ്ക്കും. അപ്പോൾ അമ്മ മരിച്ചിനിക്കുള്ള കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചിലവർ തേങ്ങയൊക്കെ ഇടും. നമ്മൾ ഏതായാലും ഈ പ്രാവശ്യം തേങ്ങ ഇടുന്നില്ല. അല്ലാതെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കരിവേപ്പില, ഇങ്ങനെ അത്യാവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കിണ്ടി എടുക്കുന്നുണ്ട്. ചിലവർ തേങ്ങ അരയ്ക്കും. അതും വേറൊരു ടേസ്റ്റ്, രണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ധൃതിയിലിരിക്കുകയാണ്. അപ്പോൾ സൂപ്പറായിട്ട് അമ്മ ഇളക്കി എടുത്തിട്ടുണ്ട്. അത് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ കോമ്പിനേഷൻ, മരിച്ചിനിയും തലക്കറിയും? പക്ഷേ ചില സ്ഥലങ്ങളിൽ ചിലവർ കഴിക്കത്തില്ല കേട്ടോ ഈ തലക്കറിയൊന്നും. എൻ്റെ അമ്മയുടെ അവിടേക്ക് അവരൊന്നും തലക്കറി കഴിക്കത്തില്ല. പിന്നെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് അച്ഛൻ്റെ അവിടെ നിന്നാണ് കഴിച്ചു തുടങ്ങിയത് തലക്കറിയൊക്കെ. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇവിടെ എല്ലാവരും എല്ലാ ഐറ്റംസും കഴിക്കും. ഞാനും കുറേ ഐറ്റംസ് ഇവിടെ വന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ ഈ ചിക്കൻ മാത്രമേ വീട്ടിൽ കഴിക്കുള്ളൂ. മട്ടൻ, ബീഫ് ഇതൊന്നും കഴിക്കത്തില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തത്. പക്ഷേ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുമെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇവിടെ നിന്നും എൻ്റെ ഹസ്ബൻഡ് തീറ്റിച്ചു. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാനാണ് കേട്ടോ. സൂപ്പർ അല്ലേ? ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ. ബൈ പറ. ടാറ്റാ പറ.